ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. മനോഹരമായ പുതിയ പ്രഭാതം, പുതിയ ദിവസം, പുതിയ വചനം നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ നിങ്ങളെ തീർച്ചയായിട്ടും ഓർക്കുന്നതാണ് എന്ന വാക്ക് ഞാൻ നിങ്ങൾക്ക് തരുന്നു. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. ഇന്നലെ പഠിച്ച വചനം വിശുദ്ധ പൗലോസ്ലീഹ എഫെസസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 10-ാമത്തെ വചനമായിരുന്നു. നാം ദൈവത്തിൻ്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവൃത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വചനം. ഫസ്റ്റ് ലെറ്റർ ഓഫ് സെയിന്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 9. വചനം ഇതാണ്: നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ, ഈ ദിവസങ്ങളിൽ ഇത് നോമ്പുകാലമാണ്, 25 ദിവസത്തെ നോമ്പുകാലം, ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുന്നു. നാം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടണം. ഇത് നമ്മുടെ ഒരു ആഗ്രഹമാക്കി മാറ്റണം. പ്രത്യേകിച്ചും കത്തോലിക്ക വിശ്വാസികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുമ്പസാരം മുടക്കരുത്. ഈ ദിവസങ്ങളിൽ തന്നെ കുമ്പസാരിച്ച് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങണം. മറ്റുള്ളവരാണെങ്കിൽ പോലും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നല്ലൊരു ക്രിസ്മസിലേക്ക് നല്ല ദിവസങ്ങൾ ഉണ്ടാവട്ടെ. ഈ ദിവസം തന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ദൈവമേ പാപത്തിൽ നിന്ന് എന്നെ മാറ്റി നിർത്തണമേ, എൻ്റെ കരം പിടിച്ച് മാറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ വചനം ഇതാണ്: നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ. ആര്? യേശുക്രിസ്തു വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പം നാം പാപങ്ങൾ ഏറ്റുപറയണം. വചനം ഇതാണ്: ഇഫ് വി കൺഫെസ് our sins, he who is faithful and just will forgive our sins and cleanse us from all unrighteousness. If we confess our sins, he who is faithful and just will forgive our sins and cleanse us from all our unrighteousness. അപ്പം അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ, അതാണ് അവൻ വിശ്വസ്തനും, he who is faithful and just, അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കരം പിടിച്ചാൽ പാപ വഴികളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി ഇപ്പം ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി. ഇന്നത്തെ ദിവസം ഒരു ആഗ്രഹം അതായിരിക്കട്ടെ: നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകണം. അല്ലേ? നമുക്ക് ആഗ്രഹിക്കാം നല്ലൊരു സ്വഭാവത്തിൻ്റെ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്ന, തിന്മയിൽ നിന്ന് വേർതിരിക്കപ്പെടുന്നൊരു വ്യക്തിയായി ഞാനും നിങ്ങളും ഒക്കെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ആമേൻ.